ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഇത് കൊള്ളാം. പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഇത് ഞാൻ കലക്കും. ക്രൈസ്തവ വിശ്വാസ ചിഹ്നങ്ങളെയും പ്രതീകങ്ങളെയും കർത്താവിനെ തന്നെയും അങ്ങേയറ്റം ഹീനമായി താറടിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് ബൊഗെയിൻവില്ലയുടെ പ്രമോഷനായി പുറത്തുവിട്ട ഈ ഗാനത്തിലൂടെ. സെമിനാരി മുഴുവൻ ഞെട്ടിത്തരിച്ച് അന്തം വിട്ട് നിൽക്കുക മുതലാളി. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയും നിരന്തരമായി അവഹേളിക്കുന്നതിൽ വിദഗ്ധനാണ് അമൽ നീരദ് എന്ന സംവിധായകൻ. താളികളെ എന്റെ അടുത്ത് എങ്ങനെ താളിക്കാൻ വന്ന ഭ്രാന്തൻ കുരച്ചനാണ് പെട്ടിക്കിരി പട്ടിക്കിട്ട് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. സിനിമകളിൽ ക്രൈസ്തവ അവഹേളനം ഒളിപ്പിച്ചു കടത്താൻ മട്ടാഞ്ചേരി മാഫിയയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില തൽപര കക്ഷികളായ പ്രൊഡ്യൂസർമാരും ചില നടന്മാരും ആസൂത്രിതമായി രംഗത്ത് വന്നിരുന്നു എന്നത് പരസ്യമായ വസ്തുതയാണ്. കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞ പാട്ടിറക്കി സാത്താന് സ്തുതി പാടുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ പുതുതലമുറയെ വഴിതെറ്റിക്കാനും സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ആകണം. എന്റെ കർത്താവ് നമ്പുരാനെ, ഞാൻ എന്നതായി കേൾക്കുന്നത്? അവന്റെ പെടല് ഞാൻ വെട്ടിയെടുക്കും. ഒച്ചയുമ്പോഴുണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. സകല തിന്മകളുടെ ഓരോ വരികൾക്ക് ശേഷം ആമേൻ എന്ന മഹനീയ വാക്ക് മറുപടിയായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഭാസ ഗാനത്തിൽ. സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരികെ അങ്ങ് കയറ്റും. സംഗീത ലോകത്തൊന്നും ആകാൻ പറ്റാതെ നശിഞ്ഞ് നാറാണക്കല്ലടിച്ച് ബസ് സ്റ്റാൻഡിലോ ട്രെയിനിലോ എവിടെ പാടിയാലും ഒന്നും കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് പട്ടിണി കിടക്കാനുള്ള യോഗം ഉണ്ടാകട്ടെ. പട്ടിയെ കേവലം ഒരു പ്രൊമോ സോങ്ങിൽ ഇത്തരത്തിൽ വലിയ ക്രൈസ്തവ വിശ്വാസ അവഹേളനം ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അവഹേളനം സിനിമയിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യതയെന്നും സന്ദേഹം ഉയരുന്നുണ്ട്. ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്, അളിയെ സൂക്ഷിക്കണം. മറ്റൊരു വൈരുദ്ധ്യം, പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക ക്രൈസ്തവ അവഹേളന ചിത്രങ്ങളിലും നായകൻ ഫഹദ് ഫാസിൽ എന്ന നടനാണ് എന്നതാണ്. ഈ പന്നൻ ചുമന്നോടാ ഭദ്രകാളി വായടച്ചോ, അല്ലെങ്കിൽ അടിച്ചതിന്റെ 32 പല്ല്. കത്തോലിക്ക വിശ്വാസിയായിരുന്ന കുഞ്ചാക്കോ മുതലാളിയുടെ കൊച്ചുമകൻ ഇത്തരം ക്രൈസ്തവ അവഹേളന ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് പറയാതെ വയ്യ. തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ? യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്ന ഇത്തരം സിനിമകളും അവയുടെ ദൃശ്യങ്ങളും യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണില്ല എന്ന് ഓരോ ക്രൈസ്തവ വിശ്വാസിയും തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. എന്റെ കരങ്ങൾ ഇവന്റെ കരത്തിൽ സ്പർശിക്കാതിരിക്കട്ടെ. സ്വോത്രം.